राधे 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 कृष्ण बोलो जय राधे आया भाई कीर्तन चल लो करो भले जय श्री कृष्ण बोलो जय राधे 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 वृंदावन बिहारी लाल की ഇതാണ് ഈ ലോകം എന്ന് പറയുന്നത് ലോകം ഇവിടെ പണ്ടൊരു വലിയ രാക്ഷസനായിരുന്നു അസുരൻ ഒരു ഭയങ്കര അപ്പൊ ഒരു വശത്ത് പാറയുടെ കാലും അർത്ഥം ഒരു ഭാഗത്ത് ലോഹത്തിന്റെ കാലും ഉള്ള തരത്തിലുള്ള ഒരു അസുരൻ മഹാക്രൂരനും ദുഷ്ടനും ഒക്കെയുള്ള ഒരാൾ. ഈ ഇദ്ദേഹത്തിനെ ഭഗവാൻ ഇവിടെ വെച്ച് വധിച്ചു എന്നാണ് കഥ. അപ്പൊ ഇവിടെ അവനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് പണ്ട് തപസ് ചെയ്യേണ്ടി, ബ്രഹ്മാവിനും അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഇങ്ങോട്ട് വരുത്താൻ തപസ് ചെയ്യേണ്ടി വന്നുകൊണ്ടൊരു ഗുഹയെ കണ്ടു. ഇവിടെ ഭഗവാൻ വന്ന് ഈ അസുരനെയൊക്കെ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ പൂതനാമോക്ഷമൊക്കെ വായിക്കില്ലേ, അതേപോലെ ഒരു അസുരനെ വധിച്ചു എന്നൊരു കഥയിൽ നിന്ന് രൂപപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ലോകവൻ. അപ്പൊ എന്ന് വെച്ചാൽ എന്താ നമ്മൾ അർത്ഥമെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ഒരുക്കുമുഷ്ടിയുള്ള ഒരുത്തനാലും ശരി ഒരു ദിവസം ആരോ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ഒരുക്കുമുഷ്ടിയുള്ള ആൾക്കാരെ, പക്ഷെ മനസ്സിലാണെന്ന് മാത്രം. പക്ഷെ എന്തായാലും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മസിൽ കുറച്ച് നിൽക്കുള്ളൂ. അവർക്കൊരാള് ഒരു ദിവസം വെച്ചിട്ടുണ്ട്. അപ്പോ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത ജ്ഞാനമധർമ്മസ്യ തഥാത്മാനം
സ്നേഹം എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ വരും എന്ന് വെച്ചാൽ ഭഗവാൻ വരും എന്ന് പറഞ്ഞാൽ ധർമ്മം വരും, അപ്പൊ അധർമ്മം തോറ്റു. പ്രകാശം വന്നാൽ ഇരുട്ട് പോയേ വരും, അതുപോലെയാണ് ധർമ്മം. അതുകൊണ്ടാണ് ആ ധർമ്മത്തിന്റെ ഒരു ചങ്ങലയാണ് നമ്മളൊക്കെ ഇവിടെ വന്നത്. ഇത് നോക്കൂ നിങ്ങൾ, ഈ ഗാവുകളിലൊക്കെ നിങ്ങൾ കണ്ടു ആളുകളുടെ ഒരു ആവേശം. അവര് 200 കിലോമീറ്റർ നടന്നു പോകാൻ പോകും. ഇവിടത്തേക്ക് യമുനയിലെ വെള്ളം എടുത്തിട്ട് അവർ ഗംഗയിൽ കൊണ്ടുപോയി, എന്നിട്ട് ഗംഗയിൽ അത് ഗംഗയിൽ ഒഴിച്ചു. അപ്പൊ അവര് ശിവനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് ഗംഗയിൽ വെള്ളം എടുത്തിട്ട് അവരെ നാട്ടിലെ ഇത്തരത്തിലൊക്കെ യമുനയിലോ കൊണ്ടു. ഇതിന് കാവടി, കാവടിയുള്ള നമ്മൾ പറയുന്നത് കാവടി. ഈ സമയം ഇവിടെ വളരെ ഉത്സവമാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹോളിയുടെ മാസമാണ്. ഇവിടുത്തെ ഏറ്റവും ഈ എന്താ പറയുക ഉത്സവങ്ങളുടെ മാസമാണ് ശ്രാവൺ മാസം. ഈ മാസത്തിനെ നമ്മൾ വിളിക്കുക കുംഭമാസം എന്ന് പറയും, ഇവര് ശ്രാവൺ മാസം എന്ന് പറയും. ഈ ശ്രാവൺ മാസം വളരെ ഫാൽഗുൺ ശ്രാവണല്ല ഫാൽഗുൺ. അത് ഇവർക്ക് വളരെ വിശേഷമാണ്. അപ്പൊ അങ്ങനെയുള്ള വിശേഷ മാസത്തിലാണ് നമ്മളിവിടെ വന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മഹാദേവി ഭഗവാന്റെ വിഷുവിക്ക് ഇവിടേക്ക് എല്ലാവരും ഒന്ന് തൊഴുതിട്ട് വരും. നമുക്കൊരു ചിലപ്പോ ഒരു 2 വീക്ക് എല്ലാവരും തൊഴുത് അതാ ഒരു സുഖമുണ്ടല്ലോ. എന്താ കാര കഴിക്കാനൊക്കെ പൈസ ഇല്ലാത്തതുകൊണ്ട് ആർക്ക് കാര കഴിക്കാൻ? പറഞ്ഞിട്ടുള്ളവരാണ് ഞാൻ 10 दक्षिण की तरफ आत्मिक शिवलिंग, साथ में योग माया और दोनों तरफ पैर। ये विग्रह जो सामने किसी ने बनाया हुआ नहीं है, स्वयं भू दर्शन है। यहाँ श्रद्धा भक्ति से अर्घ्य लगाने से सारी मनोकामना पूरी हो जाती है। और माँ के दरबार में अखंड जोत जलती है, जो किसी की नहीं है, आप सभी की है। उस अखंड जोत को आगे चलाए रखने के लिए श्रद्धा भक्ति से दान भेंट जरूर करके जाएं। और ये बृहद 84 कोष का नौवावन है। यहाँ भगवान कृष्ण ने लोहा रंगासुर का वध किया है, इसीलिए इस स्थान का नाम लोहवन पड़ा है। यहाँ बाहर लोहे का दान होता है, जिस किसी को करना है वो बाहर कर लेना। फोटो समझ में आए तो बाबा के में कुछ समझाए आपको, बाबा की समझ में नहीं है कुछ। ये दर्शन से कुछ चरण, इनकी पूजा होती है चरणों की। ये चरण है साक्षात, उस पर क्या लिखा है? श्री कृष्ण भगवान ने लोहा भर दिया था, इसीलिए इसका नाम लोहवन पड़ा था। 5500 साल पुरानी प्रतिमा है। इनका पेड़ चढ़ता है, इनकी परिक्रमा लगती है, इनसे दंड